കല്യാണത്തിന് വരൂലേ അമ്മമ്മ? വരും. അയാം എവിടെ പോയിച്ചത്? ഞാൻ മക്കളെ കാത്തിട്ട് അവിടെ ഇരുന്നു. എവിടെ ഇരുന്ന്? അവിടെ വിളിക്കല് ബജാറ്. മോന്റെ പെണ്ണിനെ കണ്ടു. പെണ്ണിനെ കണ്ട? ഞാൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാ. പറഞ്ഞു. ഇന്ന് ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അരിയൊക്കെ വാങ്ങിച്ചു. അരി, ചിക്കൻ, കലണ്ടർ, റേഡിയോ. വാ തട്ടി അമ്മ പിടിക്കത്. ചിക്കൻ പിടിച്ചോ. അമ്മാമ്മക്ക് ഇവിടെ നിക്കണ്ട. വാ വാ നിക്കണ്ട. ഹലോ, ദിവസമൊക്കെ കാണാൻ വേണ്ടി നിക്കണ്ടത്. കാണാൻ വന്നേണ. ഈ വഴിക്ക് വന്ന് പറഞ്ഞ അമ്മമ്മ ഇവിടെ ഇരുന്നത്. അമ്മമ്മ ഇവിടെ ഇരുന്നത്. ഈ വഴിക്ക് വന്നതല്ലേ? ഞാൻ ഈ വഴിക്ക് വന്ന. എന്താ ഈ വഴിക്ക് വന്നത്? അമ്പാടി അമ്പാടി എന്താ ഈ വഴിക്ക് വന്നത്? ആ വഴിയല്ലേ കാർ വരുള്ളൂ. ഞാൻ ആ വഴി വന്നിട്ടില്ല. ഇല്ലേ, അന്ന് അമ്മമ്മ കൂടെ കാവടി തന്നെ നല്ല വണ്ണം വെച്ചു. നമ്മുടെ വീട് നക്ഷത്രം എടുത്തില്ലല്ലോ. ഒക്കെ എടുത്തു അമ്മമ്മ വെച്ചു. അത് അടച്ചില്ലേ? നിജോഷ് അടച്ചില്ലേ ഒക്കെ? കണ്ട് കണ്ട്. പള്ളിയിലൊക്കെ അടച്ചു കൊടുത്തുണ്ടായിരുന്നു. സുഖല്ലേ? സുഖല്ലേ? പള്ളിയിലൊക്കെ അടച്ചു തന്നിണ്ടായിരുന്നു മോനെ. നമുക്കേ ചായ വെക്കണം. ചായ ഒക്കെ വെച്ചതാ. ഇത് പിടിച്ച റേഡിയോ പിടിച്ചേ. റേഡിയോ സമ്മാനം ഞാൻ മേടിച്ചതാ. അപ്പൊ നമുക്ക് വേണ്ടി. ഇനി വേറൊരു സാധനം ഉണ്ട്. എന്തുട്ടാ? ഇത് കല്യാണം. മോന്റെ കല്യാണം അല്ലേ? വലിച്ചേ. ഇംഗ്ലീഷ് വായിക്കാൻ കിട്ടില്ല അമ്മക്ക്. ഇത് ഇങ്ങനെ വലിച്ചത്. പെണ്ണിങ്ങനെ വന്ന് നോക്കിയേ. ഇതെവിടെ നോക്ക്, പെണ്ണിനെ നോക്ക്. അത് ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? ആ അമ്മേനെ കാണാൻ തൊട്ട് ചെയ്യുക. എന്റെ അമ്മച്ചിനെ ഞാൻ കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോകും. ഫ്ലവേഴ്സിലൂടെ ചേരാൻ അങ്ങോട്ട് തൊഴിൽ. മോന്റെ ഫ്ലവേഴ്സിൽ അമ്മ അങ്ങോട്ട് ചേരാൻ അങ്ങോട്ട് തൊഴിൽ തന്നെയല്ലേ ഒത്തിരി നേരം കേറാൻ. ഫ്ലവേഴ്സിലല്ലേ? ഞാനും മോനും കൂടി നടക്കണ കാരണം എല്ലാവരും തൊഴിൽ തന്നെ ഇവിടെ മോനെ. അത് നമുക്ക് ചെയ്യാം. അതല്ല, കല്യാണത്തിന് വന്നം. കല്യാണത്തിന് എങ്ങനെ വരിക അമ്മ? അവനുണ്ട്. എന്നാ കല്യാണം? കല്യാണം ഡേറ്റ് ഒക്കെ ഞാൻ പറയാം. വാ. ഞാൻ അവിടെ കാത്തിരിക്കുന്നു. ചായ ഒക്കെ വെച്ചതമ്മ. റേഡിയോ ഒക്കെ വെച്ചുതരാൻ. ചായ ഒക്കെ വെച്ചതമ്മ. ചിക്കൻ മേടിച്ചിട്ടുണ്ട്, ബ്രെഡ് മേടിച്ചിട്ടുണ്ട്, പഴം മേടിച്ചിട്ടുണ്ട്, ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അല്ല, ഇതൊക്കെ കഴിച്ചിട്ടല്ല പോണ? കഴിച്ചിട്ട് പോവാണ്ട. വാ വാ വാ. ഇതാരാണ്? അനിയത്തിനൊന്ന് കാണട്ടെ. അനിയത്തി എവിടെ? അനിയത്തിന്റെ പേരെന്താ? ലിസി. ലിസിയുടെ സിനിമയുടെ പേരാണല്ലോ. ലിസി ലിസി. എന്താ അരിയോടെ നോക്കണം. അരിയൊക്കെ അമ്മമ്മ വെക്കണം മോനെ. ചോറിനിട്ട് പോവാണ്ട. അമ്മമ്മയുടെ ചിക്കനും കൊണ്ട് വെച്ചോ. അമ്മമ്മയുടെ റേഷനരി കേട്ടോ. റേഷനരി ഞാൻ കഴിക്കുള്ളൂ. അതെ, റേഷനരി എനിക്ക് ഇഷ്ടം. തൽക്കാലം അവിടെ നോക്ക്, ഞാൻ സംസാരിക്കട്ടെ. പാല് വെച്ചിട്ടുണ്ട്. പാല് 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 കൂടെ ഇല്ലേ? ഞാൻ പാല് മേടിച്ചു. പക്ഷെ അയ്യോ, ഇതെന്തിനാ മോനെ മേടിച്ചത്? പാല് മേടിച്ചിട്ടുണ്ട്, ദൈവമേ. ബ്രെഡ് മേടിച്ചിട്ടുണ്ട്, പഴം മേടിച്ചിട്ടുണ്ട്. ഈശോയെ, ഞാൻ വരുമ്പോ അമ്മാമ്മ ഓടും. ഇതൊക്കെ അമ്മാമ്മ ഇന്നലൊക്കെ മേടിച്ചു വെച്ചു. അമ്മാമ്മ എന്താ വണ്ണം വെച്ചത്? വണ്ണൊന്നും വെച്ചെടുത്തില്ല. മൂളുട്ടി ചെറിയ മൂള്. കലണ്ടറൊക്കെ ഉണ്ടല്ലേ? ഞാൻ കലണ്ടർ മേടിച്ച്. കാശ് കൊടുത്ത് മേടിച്ചതാ? ഇല്ല, കലണ്ടർ ഉണ്ട് ഇവിടെ. മനോരമ. മനോരമക്ക് ഒരു പരസ്യം ഇരിക്കട്ടെ അല്ലേ? ആയിട്ടോളാം. ഫോണിൽ വിട്ടോളാം. കലണ്ടർ ഞാൻ നല്ല സ്ഥലത്ത് ആണി അടിച്ചിടാം കേട്ടാ. അതും കേട്ടാ മതി മോനെ, അതും കേട്ടോ. ഉഴിഞ്ഞാ മതി. നെയ്യും നിക്കട്ടാ. റേഷനരി കേട്ടാ. പാല് മേടിച്ചാ? പാലൊക്കെ ഇവിടെ ഇണ്ടണം മോനോട്ടാ. റേഡിയോ ഞാനേ കുത്തി കാണിച്ചു തരാം. ഞാൻ പരിപാടിയൊക്കെ കാണിച്ചു തരാം. നിക്ക എന്റെ മോന് ചായ കിട്ടും. അതൊക്കെ കുത്തി കാണിക്കാം. ചായയൊക്കെ കുടിച്ചതാ. വാ അമ്മാമ്മ ഇങ്ങോട്ട് വന്നേ. എഴുതിയ വരുമോ വീണ്ടും മാവേലി ശ്രീറാം ടി ആർ ചൊല്ലുന്നു.
അപ്പോൾ ഫ്ലവേഴ്സിൽ ഞാൻ അമ്മാനെ കാണുന്നുണ്ട്. ഇത് ഇടക്കിടക്ക് വെക്കണോണ്ട് എന്റെ റേഡിയോ എന്റെ പാട്ടിന് എന്റെ പാട്ടല്ല റേഡിയോ വെക്കണം. അത് വെക്കാം. വെച്ചോളാം. ഇപ്പൊ ഇതെന്തിനാ ഈ പാലൊക്കെ മേടിച്ചു തന്നെ മോൻ? പാല നമ്മുടെ അമ്മച്ചിക്ക് കുടിക്കാൻ അയ്യോടാ. ബ്രെഡ് അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ വരുമ്പോ ഇത് മേടിക്കാൻ വേണ്ടി ഓടും. അതെ നിജൂഷ് എന്നോട് പറഞ്ഞേ മോൻ വരുന്നുണ്ട് പറയലെന്ന് പറഞ്ഞോട്. പറഞ്ഞിട്ട് പറയല്ലേ എന്താ, ഞാൻ അവനോട് പറഞ്ഞ അമ്മനോട് പറയല്ലെന്ന്. എന്നോട് പറയലേന്ന്. പോയി. അത് കാരണം പള്ളി പോണ്ടിരിക്കേ. ആണോ? ഞാൻ തടി വെച്ചാ പിന്നെ കല്യാണത്തിന് വരണോട്ടാ. എന്നാ കല്യാണം? ആദ്യം അതും പറയേ. ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് പറയാ. 25, 26 കൂടെ പെരുന്നാണ്. അതിനല്ല കല്യാണം, ഫെബ്രുവരിയിലാണ് കല്യാണം. ഭാഗ്യം. അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ചായ റെഡിയായാ? ഇല്ല, തിളക്കണുള്ളൂ. തിളക്കട്ടെ. ചായപ്പൊടി ഇട്ടുണ്ട്. ചിക്കൻ കറി ഞാൻ വെക്കാം. കുക്കറുണ്ടോ ഇവിടെ? കുക്കറുണ്ടോ? ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. സവാള എല്ലതും ഉണ്ട്. പച്ചമുളക് വേപ്പില ഒക്കെ ഉണ്ട്. ചായ നല്ലോണം തിളക്കട്ടെ. ചായല 3 ചായലിനി ചായപ്പൊടി എവിടെ? ചായ ഇട്ടുണ്ട്. ചായപ്പൊടി ഇട്ടാ കടുപ്പം പോരാ. ഇങ്ങോട്ടണ കുറച്ചും കൂടി ഇടണ. ഇടാലവിടെ അമ്മന്നിട്ടാ. ചായ കടുപ്പം പോരാ. ഇത് മതിയില്ലേ? അത് മതി. അടിപൊളി. നല്ലോണം തിളക്കട്ടെ. അത് പൊക്കോട്ടെ. അരിപ്പ വേണ്ട, അമ്മമ്മ ആറ്റി തരാം. തിളക്കട്ടെ. ഇത് മതിയാ കടുപ്പോ? പിന്നെ അത് മതി. ഓഫാക്കട്ടെ. ഓഫായിക്കോ അമ്മമ്മ. അടിപൊളി. നിങ്ങ എന്റെ മോൻ. അമ്മമ്മ ഇപ്പൊ അരിക്കാണ്ട് തന്നെ ചായയിൽ അടിയിലാക്കി തരാണ്ട എന്റെ മോനെ. ഭയങ്കര ഐഡിയ ആണല്ലോ. ചായ ഇട്ട് അരിക്കാൻ പാടില്ല. ചായ അടിക്കാൻ പോവാല്ലേ ഇനി പണിയില്ലെങ്കിലും? അതെ, അമ്മമ്മ വീട്ടു പണിക്ക് പോണോടത്ത് ഒരു വീട്ടിലെ അമേരിക്കയിലത്തെ വീട്ടില് ഞാൻ ചായല വെച്ചപ്പോ ഡേസിനോട് പറയേ, ഓ ചേച്ചി എന്തൊരു പണി ചെയ്യണ, ചായല അരിക്കണ്ട, ഇങ്ങനെ ആറ്റിയ ചായല അടിയിൽ പോകുന്നു. പുതിയ അറിവ്. വീട്ടിലങ്ങനെ ചെയ്തോളോട്ടോ. ഇനി അരിപ്പട ആവശ്യമില്ല. അടിപൊളി. മക്കൾക്ക് മധുരം നോക്കിക്കോളാട്ടെ. ക്ലാസ് ഒക്കെ അവിടെ അമ്മ ഒന്ന് എത്തി വെച്ചിട്ടുണ്ട മോനെ. പേടിക്കണ്ട മക്കളെ. നടക്കട മക്കളെ. നടുക്ക് ഇവിടുത്തെ ക്ലാസ് ഞാൻ വെച്ചത് അടുക്ക് ആയം പോലെ ഇന്ന് കഴിച്ചു കേട്ടോ എൻ്റെ മക്കൾ. അടിപൊളി. ഇരിക്കേ. 2 പേരുള്ളോ നോക്കിയേ. ചായ അമ്മാമ്മ കുടിച്ചത് ഞാൻ അമ്മാമ്മക്ക് വേണ്ട. നോക്കിയേ, അത്ര മതി. എന്തൊക്കെയുള്ള നോക്കിയേ കായ വറുത്തത്, ഇത് കപ്പ, ഉപ്മാവ്, അപ്പം. ഇത് ഞാൻ വരുമെന്ന് പറഞ്ഞല്ലേ? ഞാൻ വരുമെന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞു. അതിനിപ്പ എന്താ? അത് കുഴപ്പമൊന്നുമില്ല. അമ്മാമ്മ പഴം നല്ല മേടിച്ചു വെച്ചു. മോൻ വരുന്നപ്പോ ഞാൻ വെള്ളം വിട്ടിട്ട് ഇതൊക്കെ മേടിച്ചു. ഇത്തിരി കഴിച്ചു നോക്കിയേ. പിടിക്കട്ടെ. പോയല്ലേ സംസാരിക്കേ. നമുക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട. ചിക്കൻ വെക്ക പോലെ ഇങ്ങോട്ട് വാ. അമ്മേനെ കാണണ്ടോ അമ്മക്ക്? ഇവിടെ ഇരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അവിടെ ഇരുന്നോ. ചായ കുടിച്ചിട്ട് ഞാൻ പറയാം അങ്ങനെ ഉണ്ടെന്ന്. ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ. അടിയിൽ പിടിച്ച് ഓൺ ചെയ്യ്. പൊക്കത്തേക്ക്. അമ്മേലെ മോനെ കാണാൻ വേണ്ട മക്കള് പറഞ്ഞിട്ട് എന്നോട് വിളിക്കട്ടെ അവര്. എന്നിട്ട് തന്നെ ഇപ്പൊ പോയി വിളിക്കണില്ല.
വിളിക്കാം, നമുക്ക് ചിക്കൻ വെച്ചിട്ട് വിളിക്കാം ആ കേട്ടാ. ഊണ് കഴിഞ്ഞിട്ട് വിളിക്കാം. എപ്പോഴാ പോവാ? കുറച്ച് കഴിഞ്ഞിട്ട് പോകുള്ളൂ. ആ ഊണൊക്കെ കഴിഞ്ഞ്. ഊണ് കഴിഞ്ഞിട്ട് കേട്ടാ ആ കേട്ടാ. ആ എല്ലാവരും എന്നെ വഴക്ക് പറയാ. വഴക്ക് പറയാനാണ്. ആ ഹോസ്റ്റേജിന്റെ മോനെ ഞങ്ങക്ക് കാട്ടി തരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ചായ പോവുണ്ടാ? എല്ലാരും കണ്ടിട്ട് പോകുള്ളൂ. നിജോട്ടിനെ വിളിക്കണ്ട, വന്നിട്ടെന്ന് പറയട്ടാ. അമ്മ പോയിട്ട് നമുക്ക് എന്റെ പെണ്ണിനെ വിളിച്ചാലോ താരനെ വിളിച്ചാലോ? വിളിച്ചോടാ. പെണ്ണിന്റെ പേര് താര. താരാന്നാണ്. ആ അമ്പപ്പാ വിളിച്ചു നോക്കാം. ഇതേ ഫോട്ടോ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. ആ ഭാഗ്യമാണെങ്കിൽ ഇപ്പൊ എടുക്കും. അവക്ക് ഇടുക്കടി പെൺകുട്ടിയെ, ഇടുക്കടി പെൺകുട്ടിയെ. ആ ഹലോ, ഇത് നമ്മുടെ മോന്റെ ഒരു അമ്മാമ്മ, കല്ലൂരുള്ള അമ്മാമ്മ. കല്ലൂര്. ആ ഉവ്വാ. പിന്നെ എന്റെ മോനെ ചിക്കൻ കൊണ്ടുവന്നുണ്ട്, പഴം കൊണ്ടുവന്നുണ്ട്, അരി കൊണ്ടുവന്നുണ്ട്, പിന്നെ കുഞ്ഞൊരു ടൈപ്പ് കഴിവ് കൊണ്ടുവന്നുണ്ട്. റേഡിയോ, കലണ്ടർ. ആ എന്തൊക്കെ കൊണ്ടുവന്നേക്കണ. പെണ്ണിന്റെ വിശേഷം ചോദിക്കും. നിക്ക് മോളെ, എന്തൊക്കെ വിശേഷടി മോളുട്ടിയെ? അതന്നെ, ജോലിക്ക് പോണ്ട എന്റെ മോള്? ഉവ്വാ, ജോലി നിർത്തിയില്ലേ? ആ ഇനി കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാള് കഴിഞ്ഞിട്ട് പോയാ മതി. ആ അത് മതി മോളെ. സുഖം തന്നെയടി മോളൂട്ടിയെ. അമ്മാമ്മക്ക് രാവിലെ അമ്മാമ്മ ഉപ്പുമാവും ചായയും കുടിച്ചു, ഗുളിയും കഴിച്ചു. ആ ഗുളിയിലാണ്ട് ജീവിക്കാൻ പറ്റില്ല മോളൂട്ടിയെ. അതൊരു വർക്ക് ഷോപ്പിന്റെ ഒരു ലക്ഷണമാണത്. ദൈവം തരണത് മരണം വരെ കഴിക്കണം നമുക്ക്. ഇപ്പൊ പോകണ്ട, ജോലിക്ക് പോകണ്ട അമ്മാമ്മ. പള്ളി പോയാന്ന് ഇല്ലടി മോളൂട്ടിയെ. അമ്മ മരുന്നുണ്ട് പള്ളിയിൽ പോയില്ലടി മോളൂട്ടിയെ. കിഴക്കേ പള്ളിയിൽ കുച്ച് കിഴക്കേ പള്ളിയിൽ. ആ അതറിവിന് കിട്ടി. അമ്മമ്മ തൊഴിലുറപ്പിന് പോണ്ടേ, അപ്പൊ ഫോൺ കൈ പിടിക്കില്ലേ. അത് കൈ പിടിച്ച വലിയ ബുദ്ധിമുട്ടാണ് മോളെ. ആരെ വിളിക്കണേന്ന് പറഞ്ഞ് ശല്യം ഉണ്ടാക്കും. അപ്പം അമ്മമാരെ വീട്ടിൽ നേരിട്ടുള്ള അമ്മ നിജോഷിനെ എൻ്റെ മോൻ വിളിച്ചു. അപ്പം നിജോഷ് പറഞ്ഞു ഹോസ്റ്റേച്ചിയെ മോൻ വരുന്നുണ്ട് വീട്ടിലേക്കെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ വീട്ടിൽ നിന്ന് വരണ്ടേ? ആ വന്നു. കല്യാണം കഴിഞ്ഞിട്ട് അമ്മമാരുടെ വീട്ടിലേക്ക് വരുമോ? ആ അമ്മയുണ്ട് മോളൂട്ടിക്ക്, അപ്പച്ചനും അമ്മച്ചിണ്ട്. ഉവ്വാ, എല്ലാവരും കൂടി വരുമോ? അപ്പൊ അമ്മാമ്മ ഭക്ഷണം ബുക്ക് ചെയ്യാം. ഇവിടെ ഒന്നും ചെയ്യില്ല കേട്ടാ. നമുക്ക് ഭക്ഷണം അമ്മാമ്മ ബുക്ക് ചെയ്തിട്ട് നമുക്ക് എത്തിക്കണ്ടേ. ആ പിന്നെ എല്ലാവരോടും സ്നേഹനേഷം പറഞ്ഞോളൂ കേട്ടാ. അമ്മാമ്മ മോനോട്ടിന്റെ കൂടെ നടന്ന കാരനെ എല്ലാവരും കാണുന്നുണ്ട്. ആ ഇല്ലടി മോളൂട്ടി, എല്ലടി മോളൂട്ടി, എല്ലടി മോളൂട്ടിയെ, എല്ലടി മോളൂട്ടിയെ. അമ്പടി മിടുക്കത്തിയെ. എന്റെ മോനെ മലയാറ്റൂർക്ക് നമ്മുടെ കൂടെ വന്നിണ്ടായിരുന്നു മോള്. ആ എനിക്ക് ചായ കണ്ടപ്പോഴേ ഒരു സംശയം വെച്ചിട്ട് ആലോചിച്ചിട്ടിരിക്കാറുണ്ട് അമ്മമ്മ. ഇപ്പൊ മനസ്സിലായി. ലവ് പറഞ്ഞ ഞങ്ങള് അതിനിപ്പോ എന്താ ലവ് ആവുന്ന എന്റെ മോൻ പറയുന്നേ. ലവ് ആയോണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല കേട്ടോ മോളൂട്ടിയെ. തെറ്റ് ചെയ്യാണ്ട് ഭൂമിയിൽ ജീവിച്ചാൽ മതി കേട്ടാ. ലവ് ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടാ. എത്രാമത്തെ കൊല്ലത്തെ മലയാറ്റൂർക്ക് വന്നത് മക്കളുടെ കൂടെ? അതെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായില്ലേ? കഴിഞ്ഞ വർഷം നമ്മള് ഉണ്ടായുള്ളൂ. പെങ്ങളും കൂടിയിട്ടുള്ള വർഷം. അതന്നെ എന്റെ മോനൂട്ടിന്റെ ഓർമ്മയിലൂടി മോളൂട്ടിയെ വന്നത്. നമ്മളെ മോനൂട്ടൻ പറഞ്ഞ കഴിഞ്ഞ വർഷം ഞാനും മോനൂട്ടനാർന്ന. അതിന്റെ മുമ്പ് ആ
പെങ്ങളും അളിയനും മക്കളൊക്കെ കൂടിയിട്ട് വന്നത്. അതെ അതിന്റെ മുമ്പിലത്തെ വർഷം അതെ. അതന്നെ എൻ്റെ മോനോട്ടിന് ഓർമ്മയുണ്ട്. ആ നല്ല കാര്യം കേട്ടാ. കല്യാണം കഴിയുമ്പോ എല്ലാവരും കൂടി വന്നോളൂ കേട്ടാ. ആ അമ്മിച്ച അമ്മോൾക്ക് അമ്മിച്ച അമ്മച്ചനും ഉണ്ടാ? അമ്മിച്ച അപ്പച്ചനും ഉണ്ടാ? പിന്നെ അതൊക്കെ വീട്ടിലുള്ളത്? അതെ 4 പേരും കൂടി വന്നോളൂ കേട്ടോ കല്യാണം കഴിയുമ്പോ കേട്ടാ. കല്യാണം കഴിയുമ്പോ പെണ്ണും ചെക്കനാണ് വന്നത്. പെണ്ണും ചക്കനും വന്നിട്ട് പിന്നെ വന്നില്ലേ എല്ലാവരും കൂടിയിട്ട്? എല്ലാരും കൂടി വേറെ ദിവസം വരാം. ആ അപ്പൊ അമ്മ ഓർഡർ ചെയ്യൂണ്ടാ. ഇവിടെ ഒന്നും വെക്കില്ല കേട്ടാ. എന്നാ ശരി, കാണാം. ആ അമ്പടി മണിക്കത്തെ മോനൂട്ടിന്റെ ഓർമ്മയില്ലേ? മോനൂട്ടെന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷമാണെന്ന്. കഴിഞ്ഞ മുമ്പത്തെ വർഷം. അതന്നെടി മോളൂട്ടിയെ നല്ല കണ്ടുവരുന്നുണ്ട് മുഖം. ആ ഫോണിലുണ്ടല്ലോ. ഫോണിൽ കാണിച്ചു തരാം. ഇല്ല കാണിച്ചു തരാം. അമ്മാമ്മ കണ്ട അമ്മാമ്മനെ ആരോ കാണിച്ചു കൊടുത്ത് നമ്മുടെ മനസ്സമ്മതത്തിന്റെ ഫോട്ടോ. അമ്മാമ്മക്ക് അമ്മാമ്മയുടെ വീടിന്റെ അടുത്തുള്ള ഒരു മോളെ അമ്മാമ്മയുടെ മോന്റെ ഫോട്ടോ കാണണമെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ റോജ് എല്ലാവരും കല്യാണം കഴിഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ കല്യാണം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്നോട് പറയുന്നു പറഞ്ഞു, വിളിക്കാൻ വരുന്നു പറഞ്ഞു. അപ്പൊ ആ മോള് പറഞ്ഞു മോളെ കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണണമെന്ന് പറഞ്ഞു. എൻ്റെ മോള് എനിക്ക് കാട്ടി തന്നു അമ്മാമ്മക്ക്. ആ കല്യാണത്തിന് വരുന്നുണ്ട്. എന്നാ ശരി. ആ ശരി. ആ കാണാം. ഓക്കെ ടാറ്റ. ബൈ ബൈ. ബൈ ബൈ പറഞ്ഞു എൻ്റെ മോൻ. ഓക്കെ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടിക്കാഴ്ച കാണണം കേട്ടാ. ആ ആ ഫ്ലവേഴ്സിലില്ലായിരുന്നു. ഇത് സിനിമ അടിയൊന്നുമല്ല, പാവപ്പെട്ട വീട്ടിലെ കൊച്ചാ. നല്ല കാര്യയുടെ മോനെ. അതെ എന്ത് പാവപ്പെട്ട വീട്ടിലെ കൊച്ച്. അത് മതിയുടെ മോനെ. അങ്ങോട്ട് നോക്കിയേ. അപ്പൊ പറയണേ കല്യാണത്തിന് വരൂലേ അമ്മാമ്മ? വരും. ഞാൻ പറയണല്ലോ പറ. അയാം അങ്ങോട്ട് നോക്കിട്ട് കമ്മിങ് 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 അയാം അടിപൊളി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാന്ന് പറ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ഇട്ടിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ഇട്ടിട്ട് അടുത്തും കാണാം. അടുത്ത് കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊന്ന് പറഞ്ഞു കൊടുത്തേ. അടുത്തൊരു വീഡിയോ ഇട്ടിട്ട് വീണ്ടും കാണാം. തെറ്റി. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. I am coming.